എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു, കുറച്ച് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ നിന്നാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ബസ്സിനാണ് പോയത്. അപ്പോൾ എനിക്ക് ഫെയർ നോക്കിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്രയും വലിയ തോന്നിയില്ല. കാരണം 2-3 ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. ഫ്ലൈറ്റ് കുഴപ്പമില്ല, പക്ഷേ ലഗേജ് ആണ് പ്രശ്നം. നമുക്കൊരു 7 കിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വിസയറാണ് ഞാൻ എടുത്തത്. വിസയർ നല്ലൊരു സർവീസായിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. അപ്പോൾ വളരെ ചീപ്പുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കുറച്ച് മുൻപേ 1 മാസം മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യും. നമുക്ക് മസ്കറ്റ് ടു അബുദാബി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ലിസ്റ്റ് ചെയ്യും. ഞാനത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പേ തന്നെ ഏത് സ്ഥലത്തേക്ക് ആയാലും ഫ്ലൈറ്റ്സ് ഏതാണ് കുറവെന്നൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ എളുപ്പമായിട്ട് നമുക്ക് ബസ്സിലും പോവാട്ടെ. ഇപ്പോൾ നമുക്ക് ഷാർജയിലേക്ക് നമ്മൾ മസ്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈബയിൽ നിന്ന് നമുക്ക് ഷാർജയിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. അതേപോലെ തന്നെ അൽ ഖഞ്ചരി എന്നുള്ളൊരു ബസ്സുണ്ട്. ആ ബസ്സും അത് ദുബായിലേക്ക് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ കാറ് ഏത് വാഹനം നടന്നോ സൈക്കിളിനോ അങ്ങനെയൊക്കെ പോവാം. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ദുബായ് മാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഇതൊന്നും ഞാൻ ജമ്പ് ചെയ്യുന്നതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരു പൂരപ്പറമ്പിൻ്റെ ഒരു ഇതുപോലെ തോന്നിയത്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റാളിൽ ഓരോ ലേഡീസിൻ്റെ ഡ്രസ്സായിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് കാണാം. ഇത് അൽ നഹദ സ്ട്രീറ്റ് അല്ലേ? അല്ലാതെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അറിയോ? വീഡിയോ ഉണ്ട്. ഞാൻ ഇന്നലെ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോയത്. ചെന്നപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ നോക്കിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണിയൊക്കെ വരുമായിരിക്കാം. മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കണം.
നോക്കുമ്പോൾ സദ്യ. ഞാനങ്ങോട്ട് വെറുതെ പോയി ചമ്മിപ്പോയി. അപ്പോൾ അവർ കരുതിക്കൂട്ടി, കാരണം നോമ്പ് കഴിഞ്ഞ് ഉള്ളതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സദ്യ ആക്കാൻ തന്നെ ഉദ്ദേശത്തിലാണ് അവരാക്കിയത്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടുമുട്ടൽ പത്രയോടെ ഞങ്ങളെ സുംബ്രു സുംബ്രു കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും സുംബ്രു. ഇത് ബാക്കിലിരിക്കുന്നത് പൂതന. ഞങ്ങളുടെ യാത്ര നേരെ ദുബായ് മാളിലേക്കാണ്. ദുബായ് മാളിൽ ഇതേവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ദുബായ് മാളൊന്ന് കണ്ടിട്ട് വരാമെന്നുള്ള ഒരു ഇതോട് കൂടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവരുടെ സുംബ്രു ഉണ്ട്, അളിയനുണ്ട്, സുംബ്രുവിൻ്റെ വൈഫും 2 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന്, അവരും വെക്കേഷന് വന്നാണ്, അപ്പോൾ അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്കും കാണാമെന്നുള്ള രീതിയിൽ പോവുകയാണ് ഞങ്ങൾ. അതങ്ങനെ കിട്ടാൻ ഭാഗ്യമല്ല, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റേണ്ടത്. അല്ല നാടും കാട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് മാളിലാണ്. ദുബായ് മാളിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം.
അടിപൊളി അനുഭവമായിരുന്നു അല്ലേ? ഒരു അടിപൊളി അനുഭവമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ഒരു ഇതിൽ അതല്ലേ. അങ്ങനെ നമ്മൾ എവിടേക്ക് പോകണമെങ്കിൽ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത്. എന്തായാലും അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് ഉള്ള യാത്രയിലാണ്. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിൻ്റെ റേറ്റ് 25-30. ഗ്ലോബൽ വില്ലേജ് ഇപ്പോൾ എൻട്രൻസിൽ ബാഗേജ് ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ പോകണം. ഇത് നമ്മളെ സുംബ്രൂനമ്മ. പേര് പറഞ്ഞോ? ആദിദേവ്. എത്രല്ല പഠിക്കണേ? 7ാം ക്ലാസ്സിലല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? UPS പുല്ലൂർ. പരീക്ഷ കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ വിസിറ്റിന് വന്നാണ് ഇങ്ങോട്ട്. ഇന്ത്യ പല രാജ്യങ്ങളുടെ ഇതുണ്ടാവും, സ്ഥലങ്ങളുണ്ടാവും. ലാസ്റ്റ് അടക്കുന്ന ദിവസങ്ങളൊക്കെ അവർ ബൈക്ക് നോക്കില്ല. അവർ ബൈക്ക് നോക്കാണ്. ശിവന്റെ മാല ഒഴിച്ചേരാം. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യയുടെ കവാടം. ഇന്ത്യയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം. അടിപൊളി. അവിടെ അതുപോലെ കുറേ ഇതുണ്ട്. ഖത്തർ, പിന്നെ ഇറാൻ, പിന്നെ അപ്പുറത്തെ ലബനാൻ, ഒരുപാട്. ഖത്തർ എല്ലായിടത്തും ഡ്രസ്സിൻ്റെയും ഒക്കെ എല്ലായിടത്തും അവിടുത്തെ കൾച്ചറിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഗുണം. അപ്പോൾ അവിടുത്തെ ഡ്രോയിങ് കാര്യങ്ങളും ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഇത് കഴിഞ്ഞു. ഓ എൻ്റെ പൊന്നേ, നടന്നിട്ട് വളർന്നടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ അത്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറല്ലേ? നടന്നു പടറി അതായിരുന്നു. അപ്പോൾ നടന്നു പഴകി. കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകളും അങ്ങനത്തെ ഐറ്റംസാണ്. ലേഡീസിനാണ് കൂടുതലായിട്ട് ഉള്ള ഐറ്റംസ് ആയിരുന്നു ഉള്ളത്. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ വിട വാങ്ങണം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ശരിക്കും പൂരപ്പറമ്പിൽ പോയിട്ടുള്ള ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂരൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു സ്റ്റോളിൻ്റെ സംഭവമാണ് ശരിക്കും. ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഹോളിഡേ കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയാണ്. അപ്പോൾ അടുത്ത നാളെ ഇൻഷാ അല്ലാഹ് ഉള്ള വ്ളോഗിലേക്ക് കാണാം. അപ്പോൾ ശരി, ബൈ.